ഹലോ, എല്ലാവർക്കും സ്വാഗതം. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ട്രേഡിങ് പല രീതിയിലും ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ക്രിപ്റ്റോ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ എല്ലാ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ ഈ എന്താ പറയുക, ട്രേഡിങ്ങിന് കുറേ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ ഈ കുറഞ്ഞ സമയം കൊണ്ടൊക്കെ, ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ നമുക്ക് കുറേയോളം എന്താ പറയുന്നത് ട്രേഡ്സൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്ന പല വെബ്സൈറ്റ്സും ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് iCaption എന്ന് പറയുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് മുതൽ അവസാനം വരെ ഇതിൽ പറഞ്ഞിരുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതിൽ ട്രേഡ് ചെയ്ത് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. വേറെ ഒന്നുമല്ല, ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത്രയും ഇതിനകത്ത് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 വരുന്ന ട്രേഡാണ് ഇതിന് 25 ജൂണിൽ ഞാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഇത്രയും ട്രേഡിൽ ഏറി വന്നിട്ടുണ്ടെങ്കിൽ 1 2 3 ലോസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ വിന്നിങ് ആയി മാറിയതാണ്. ഇപ്പോൾ നമ്മൾ ഇഡ്രൊക്കെ ചെറിയ ഡോളേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് വിന്നിങ് റേറ്റ്സ് കുറച്ച് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ പോലെ ഒരു കാരണവശാലും ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന് നമ്മൾ കാണരുത്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് കാണരുത് എന്ന് പറയുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ പുതിയ ചാനലാണിത് വരുന്നത്. അപ്പോൾ ഈ ചാനലിലൂടെ നമ്മൾ ഇതുപോലുള്ള നല്ല രീതിയിൽ മണി മേക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി കഴിയുന്ന രീതിയിലുള്ള വീഡിയോസാണ് കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രേഡിങ്ങിലൂടെ. അതായത് ട്രേഡിംഗ് മീൻസ് മറ്റ് ട്രേഡിംഗ് അല്ല, ഇതുപോലുള്ള ട്രേഡിംഗ് ഗാംബ്ലിംഗ് സൈറ്റ്സിലൂടെ എങ്ങനെ ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക മൊബൈൽ ആപ്ലിക്കേഷൻസ് വഴിയൊക്കെ ഫണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്, ഒരു ചെറിയൊരു പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ശരി, ഹൗസ് വൈഫ് ആണെങ്കിലും ശരി, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻ്റ് ആയിരിക്കും നമ്മൾ ഇതിലൂടെ ഇനി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കാം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഇടുന്ന അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാനുള്ള അവസരം കൂടെ ഉണ്ടാകുന്നതാണ്. പുതിയൊരു ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിലവിൽ ടെലിഗ്രാം ചാനൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല. ടെലിഗ്രാം ചാനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്ത് തരും, അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പിന്നെ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണേണ്ട ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാണ്ടും കാണാം. കാരണം വെച്ചാൽ ഞാൻ ഇതിനകത്ത് പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഒറ്റയടിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഓരോന്നും എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ രീതിയിൽ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു പോകുന്നുണ്ട്. ജസ്റ്റ് അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളോട് ഞങ്ങൾ പറഞ്ഞുതരാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ ഒരിക്കലും നിങ്ങൾ മറ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ പോലെ കാണരുത് എന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ നിലവിലറിയാം, നമ്മൾ ഒരു ട്രെൻഡ് മനസ്സിലാക്കണം, പിന്നീട് ആ ട്രെൻഡിനനുസരിച്ച് എങ്ങനെ മൂവ് ചെയ്യണം നോക്കണം, ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റി പഠിക്കണം, അതേപോലെ തന്നെ അന്നത്തെ ന്യൂസ് കാണണം. അങ്ങനെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻസും എല്ലാ കാര്യവും നമ്മൾ അനലൈസിങ് ചെയ്തിട്ട് വേണം നമ്മളൊരു ട്രേഡ് എടുക്കാൻ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ പോലും ഒരു 10 ട്രേഡ് നമ്മളൊരു മാസം എടുക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പം ഒരു 6 ട്രേഡോ അല്ലെങ്കിൽ 5 ട്രേഡോ ഒക്കെ നമുക്ക് വിന്നിങ് ഉണ്ടാവുക. അപ്പം അങ്ങനെ വിന്നിങ് ഉണ്ടായിട്ട് നമുക്ക് എടുക്കുന്ന പ്രോഫിറ്റ് നമ്മൾ അതിൽ കൂടുതലായിട്ട് ലോസും ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പം അതിനും ഭേദം ഇങ്ങനത്തെ ഉള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ട്രെൻഡ് അനുസരിച്ചിട്ട് പെട്ടെന്ന് ചെയ്ത് ഹുക്ക് ചെയ്തെടുത്ത് പോരാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസാണ് ഈ ഇതുപോലുള്ള iCaption, ബിനോമോ, അതേപോലെ തന്നെ ഒളിമ്പ് ട്രേഡ്, അങ്ങനെയൊക്കെ പറയുന്നുള്ള പല ട്രേഡിംഗ് കമ്പനീസിൻ്റെയും ഇതുപോലത്തുള്ള വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് സത്യത്തിൽ ഇതിനകത്തുള്ള ചാർട്ടുകളൊക്കെ, ഇതിനകത്തുള്ള ഈ ക്യാൻഡിൽ സ്റ്റിക്സ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി ഇപ്പോൾ ട്രേഡ് വ്യൂവിൽ എടുക്കുന്ന പോലത്തെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ മൂവ്മെൻറ്റ് തന്നെയായിരിക്കും. ഇൻ കേസ് മൂവ്മെൻറ്റ് ചെറിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് ഫോം ചെയ്യുന്ന കളറുകളിൽ ചില സമയങ്ങളിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ചിലത് ഇവിടെ ഗ്രീൻ ആണെങ്കിൽ മറ്റോടെ ചിലപ്പം റെഡായി മാറുന്നൊക്കെ ചില സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഫോം ആവുന്ന ക്യാൻഡിൽ സ്റ്റിക്സ് ക്ലിയറാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് ക്ലിയർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷനിലും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, സെല്ല് ആവുന്നതും ബൈ ആവുന്നതും ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഞാൻ ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ളത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റ് ചാർട്ട് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഇതൊരിക്കലും ഞാൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ഞാനിപ്പോൾ ഇത് ഒത്തിരി നാളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തന്നെ
സ്ഥിരം കണ്ടിന്യൂസ്ലി ഞാനിരുന്ന് ട്രേഡ് ചെയ്യുന്ന ആളുമല്ല, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ചെറിയ തുച്ഛമായ എമൗണ്ട് മാത്രം ഞാൻ ഇട്ടിട്ട് പിന്നെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു 6 തവണയോ അല്ലെങ്കിൽ 7 തവണയൊക്കെ ഞാൻ ഇതിനകത്ത് നിന്ന് ട്രേഡ് ചെയ്യാറുള്ളൂ. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ആ സ്ട്രാറ്റജീസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തെടുത്ത് ഇങ്ങനെ നോക്കുന്നുള്ളൂ. അപ്പം അത്രയും ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും കൂടുതലായിട്ട് ചെയ്യുന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇരിക്കാൻ വലിയ സമയമൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ നോക്കുക. നമുക്കിപ്പോൾ ഏകദേശം ഒരു 3 അവറിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓരോ ക്യാൻഡിൽ സ്റ്റിക്സും ഫോം ആവുന്നത് 2 മിനിറ്റിൻ്റെ റേഞ്ചിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും 62% ആൾക്കാർ കൊടുത്തിരിക്കുന്ന ഡൗൺ ട്രെൻഡിലോട്ടാണ്. ഇവിടെ 38% ആൾക്കാർ മാത്രം അപ് ട്രെൻഡ് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് ഓരോ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഒരു ഹയറും ലോവറും എന്നുള്ള രീതിയിൽ ഒരു കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഹാമർ ഇട്ടിട്ടാണ് മുകളിലോട്ടേക്ക്, റിവേഴ്സ് ഹാമറാണ് അത് ഇട്ടിട്ട് മുകളിലോട്ട് ഇങ്ങനെ പോയതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൊത്തം നമ്മുടെ മറ്റ് ട്രേഡിങ്ങിൻ്റെ ഇതിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇപ്പോൾ റെഡാണ് വന്നിരിക്കുന്നത്, ഇവിടെ റെഡാണ് വന്നിരിക്കുന്നത്. നമ്മൾ നോർമലി എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ ഗ്രീൻ ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ നോക്കാം. ഇതിനാണ് ഇവിടെ റെഡിൻ്റെ ഫോമിംഗ് ആണ് ഉള്ളത്, ഗ്രീൻ സൈഡിലാണ് ഉള്ളത്. ഇതിൽ OTC മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളത് ശനി ഞായറൊക്കെ ലീവ് ആയിരിക്കുമല്ലോ നോർമൽ ഒക്കെ വരുന്നത്. ഇതിൽ നമുക്ക് OTC മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വർക്കിംഗ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ OTC മാർക്കറ്റിംഗ് ആണ്. 89 ഒക്കെ കൊടുത്തിരിക്കുന്ന OTC മാർക്കറ്റിംഗ് ആണ്. നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും. അതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഞാനിത് എങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണേണ്ട ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാണ്ടും കാണാം കേട്ടോ. ഇവിടെ നമുക്കിപ്പോൾ ഏകദേശം ഒരു നോക്കാം. ഇപ്പോൾ ഇവിടെ ഗ്രീനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് നമുക്ക് ഇനി താഴോട്ട് ട്രെൻഡ് പോകാം. ഇവിടെ ഇനി ട്രെൻഡ് പോകുന്നത് താഴോട്ടേക്കായിരിക്കും എന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. നോക്കാം നമുക്ക് താഴോട്ടേക്കാണോ മുകളിലേക്കാണോ പോകുമെന്നുള്ളത് നോക്കാം. അതായത് ഗ്രീനാണോ റെഡാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ടൈമിങ് കാര്യങ്ങളൊക്കെ. നമുക്ക് എത്ര മിനിറ്റ് ഇനി സെക്കൻഡ് എത്ര ഉണ്ട് എന്നൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 10 രൂപ $10 നമുക്ക് ലോസ് ആവുക ചെയ്തത്. പക്ഷേ നമുക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മളിവിടെ പ്രൈസ് ആക്ഷൻ കൂട്ടുക. അപ്പോൾ നമുക്ക് 10 രൂപ പോയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യാം, 20 ആക്കി മാറ്റാം. എന്നിട്ട് ഒന്നുകൂടെ വാച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇനിയും കൊടുക്കാം കേട്ടോ.
നമുക്ക് നേരത്തെ $20 $10 പോയതാണ്. അപ്പോൾ നമ്മൾ $10 മുകളിലൊരു 10 കൂടെ ചേർത്തിട്ട് 20 ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഷോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. ഇത് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു $20 നമുക്ക് ഇപ്പോൾ $20 നമ്മൾ ഹുക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ വിൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പോയ $10 ഇതിനകത്ത് കിട്ടും. ബാക്കി 7.83 രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാവുക. അതായത് $7 എന്ന് പറയുമ്പോൾ ഏകദേശം $10 എന്ന് പറയുമ്പോൾ 820 രൂപയാണ് ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട്. $1 82 രൂപയാണ് വരുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 500 രൂപ ആ റേഞ്ചിൽ ഈ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കതോടെ ഹിസ്റ്ററി നോക്കിയിട്ട് നമുക്ക് കാണാനും പറ്റും. ഹിസ്റ്ററിൽ നമ്മൾ നോക്കുകയാണ് 10 രൂപ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഈ $10 ഇവിടെ പോയി 20 നമ്മളിവിടെ ഇട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു 40 വെച്ചിട്ടുണ്ട്. 20 പോയപ്പോൾ നമ്മൾ 40 വെച്ച് 40ൻ്റെ മുകളിൽ ഇത് കിട്ടി. ഇത് 40 നമ്മൾ വെച്ചപ്പം തന്നെ ട്രെൻഡ് റിവേഴ്സ് പോയപ്പോൾ നമ്മൾ സെല്ല് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഫിറ്റാണ് വരുന്നത് കേട്ടോ. പെട്ടെന്ന് റിവേഴ്സിലായിട്ട് മൂവിൻ്റെ കണ്ടപ്പോൾ ഞാനതോടെ സെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. സെല്ലാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമുക്ക് കിട്ടിയതാട്ടോ. അത് മൊത്തം നമുക്ക് വരുന്നത് ഇപ്പോൾ നിലവിൽ ഇത് മൊത്തം നമുക്ക് കിട്ടിയ പോയിൻ്റാണ് ഇപ്പോൾ കാണുന്നത്. അതാ ഇത് മുതൽ അങ്ങോട്ട് കിട്ടിയതാണ് നമുക്ക് കാണുന്നത് കേട്ടോ. ഇതൊക്കെ ഓരോ ടൈം ഫ്രെയിമിൽ ചെയ്താണ് കാണിക്കുന്നത്. ഫസ്റ്റ് രാവിലെ വെച്ച് 10 കിട്ടിയപ്പോൾ 20 വെച്ചിരുന്നു. 20 വെച്ചപ്പോൾ 20 കിട്ടി. പിന്നെ 20 ഒന്നും കൂടെ വെച്ചപ്പോൾ 20 അങ്ങ് പോയി. പകരം 40 വെച്ചിട്ട് പോയി 20 പിടിച്ച് ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്ത് ഒരു 15 പോയിൻ്റ് സംതിങ്ങും നമ്മൾ ഉണ്ടാക്കി. വീണ്ടും ഒരു 10 വെച്ച് വീണ്ടും ഒരു 10 വെച്ച് 10 പോയി വീണ്ടും 20 പിടിച്ചു. അങ്ങനെ 40 വെച്ച് വീണ്ടും അത് തന്നെ പിടിച്ചു. ഇത് നമുക്ക് ഷോട്ട് വന്നപ്പോൾ ഒഴിവാക്കിയതായിരുന്നു. പിന്നെ 10 കയറി. അങ്ങനെ ഒരു ഏകദേശം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു എത്ര $1 കിട്ടിയിട്ടുണ്ടാവും? ഏകദേശം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 8.94 17.87 കിട്ടുന്ന മാത്രമേ കൂട്ടുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് ഓപ്ഷനായിട്ട് കൂട്ടി വെക്കാം എത്ര നമുക്ക് ഔട്ടായി പോയി എന്നുള്ളത്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കൂട്ടി നോക്കാം. $20 പോയിട്ടുണ്ട്, പിന്നെ $10 പോയിട്ടുണ്ട്, പിന്നെ $20 പോയിട്ടുണ്ട്. 17.87 കൂട്ടണം, 35.75 കൂട്ടണം, 8.93 കൂട്ടണം, 8.93 വീണ്ടും കൂട്ടണം. പിന്നെ ഇവിടെ ഉള്ളത് 35.75 കൂട്ടണം, 15.20 കൂട്ടണം, 8.93 കൂട്ടണം, 8.91 കൂട്ടണം, 8.92 കൂട്ടണം. ഇവിടെ നമുക്കൊരു ലോസും കൂടെ വന്നിട്ടുണ്ട് 10-ൽ 17.83. നമുക്കിവിടെ ടോട്ടൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് $175.96 നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ടോട്ടൽ. അതായത് നമുക്ക് പ്രോഫിറ്റ് മാത്രം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. ലോസ് വന്നത് ഏകദേശം $60 നമുക്ക് ലോസാണ് ഇതിനകത്ത് കേട്ടോ. നമുക്ക് 60 നമുക്ക് ലോസായിട്ട് കാണിക്കണം. 60 ലോസായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും $115.96 നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് 85 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 9,856 രൂപ 6.6. അതായത് ഒരു 9,856 രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് എന്ത് ചെയ്യുന്നത് ഈ ഒരൊറ്റ ട്രെയിനിലൂടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ട്രെയിനിലൂടെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ $50 ലോസ് എന്ന് പറഞ്ഞല്ലോ. $50 ലോസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ $50 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ
മൾട്ടിപ്പിൾ ആയിട്ട് ഇട്ടിട്ട് ആ ഫണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിനകത്ത് ട്രേഡിൽ കാണിച്ചതിൽ അങ്ങനെ പറഞ്ഞതെന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്കുള്ള യഥാർത്ഥ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്, ഈ $170 തന്നെയാണ് നമ്മുടെ പ്രോഫിറ്റ് എന്നും പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് പിടിച്ച്, അതായത് ഈ കാണുന്ന ഈ 50 ഇതൊക്കെ പോയ പൈസ കൂട്ടാണ്ടിയാണ് ഞാൻ 175 പറഞ്ഞിട്ടുണ്ടായത്. അല്ലെങ്കിൽ ആ ഫണ്ടൊക്കെ ഇതിനകത്ത് റേസിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്, അതായത് ആഡ് ഓൺ ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഈ സൈറ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് കയറാനായിട്ട് ശ്രമിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇപ്പോൾ ബൈനറി ബ്ലാക്ക്, ബൈനറി ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് പല സൈറ്റുകളും ഞാനിപ്പോൾ ഇതിൻ്റെ ഭാഗത്തിലൂടെ ഞാൻ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനിതിപ്പോൾ എൻ്റെ പണ്ടത്തെ ഒരു അക്കൗണ്ട് റിക്കവർ ചെയ്തെടുത്തതാണ്. കാരണം എൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ട് ഞാൻ പാസ്വേഡ് റിക്കവർ ചെയ്തെടുത്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് പല ഇതേപോലെ തന്നെ ഐക്യ ഓപ്ഷൻ, ബൈനറി ബ്ലാക്ക്, ബൈനറി ബ്ലൂ, അങ്ങനെ പണ്ട് കുറേ വെബ്സൈറ്റ്സ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കണ്ട് അവസാനം ഞാൻ കണ്ടെത്തിയ സൈറ്റ് തന്നെയാണ് എന്നുള്ളത്. എന്നിട്ടിപ്പോൾ ഒരു ഏകദേശം ഒരു 8 ദിവസത്തിനടുത്തായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർക്ക് നടത്തിയതിൻ്റെ ഭാഗത്തിൽ നമ്മുടെ ഈ പണ്ട് ചെയ്തതൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനത്തെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഔട്ടായത്. അപ്പോൾ നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ഇതിലൂടെ പറ്റുന്നതാണ്. പക്ഷേ ഇതൊരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ ആരും ഫോഴ്സ് ചെയ്ത് ഒന്നും ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫണ്ട് വെച്ച് കളിക്കുന്നതാണ്. 100% ഫണ്ട് പോകും. 99% എന്നല്ല, 100% ഇതിൽ ലോസ് വരിക തന്നെ ചെയ്യും. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള റിപ്പീറ്റും തരാമെന്നായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഡോളർ വൈസിൽ ജോയിൻ ചെയ്യരുത്. അത് ഞാൻ പണ്ട് ഡോളർ വൈസിൽ ജോയിൻ ചെയ്ത് പോയതുകൊണ്ട് മാത്രമാണ് ഈ ഡോളർ വൈസിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ റിക്വസ്റ്റ് ഇതിൻ്റെ അകത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വേറൊരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ INRലേക്ക് മാറാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ അക്കൗണ്ട് പോയി പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കാണ്ട് ഈ ഒരു ഡോളർ വൈസിൽ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നോക്കിയത്. പിന്നെ അതേപോലെ തന്നെ വലിയ എമൗണ്ട് ഒന്നും ഇട്ടിട്ട് ഒരിക്കലും കളിക്കേണ്ട. നമ്മൾക്ക് വളരെ ചുരുങ്ങിയ എമൗണ്ട് മാത്രം നമ്മൾ ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ ട്രേഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിന് മുന്നേ ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ സൈറ്റിൽ തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക. എൻ്റെ പാസ്വേഡും ഇമെയിൽ ഐ ഡിയും മറക്കരുത്. പിന്നെ നമ്മുടെ യഥാർത്ഥ പാസ്വേഡ് ഇമെയിൽ ഐ ഡിയും കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് ഫണ്ട് ഒരു കാരണവശാലും നമ്മൾ ATM യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഫണ്ട് ഇടരുത്. ATM യൂസ് ചെയ്ത് നമ്മൾ 10 രൂപ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് നമുക്ക് ഒറ്റ തവണ ആ ഇട്ട ഫണ്ട് എത്രയാണോ അത് മാത്രം നമുക്ക് ATMയിലൂടെ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നീട് നമുക്ക് ഒരു ടൈം പറയും. സ്ക്രില്ലിലേക്കാണെങ്കിലും നമ്മുടെ ATMയിലേക്കൊക്കെ ആണെങ്കിലും ഒരു 20 ദിവസം 30 ദിവസമൊക്കെ ഇതിൻ്റെ അകത്ത് ടൈം പറയുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് 2 ദിവസം മുമ്പ് എനിക്കത് മനസ്സിലായത്. ഞാനത് ഒന്ന് റിട്ടേൺ എടുക്കാൻ നോക്കിയ സമയത്ത് എനിക്കതൊരു ഓപ്ഷനായിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഇട്ട ഫണ്ട് കിട്ടി, പിന്നെ എടുക്കണമെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വാണിംഗ് ഇതിൻ്റെ അകത്ത് വന്ന്, ഇത്ര ട്രേഡ് കഴിയണം, ഇത്ര എണ്ണം കഴിഞ്ഞാലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള വാണിംഗ് വന്ന്. അപ്പോൾ സ്ക്രില്ല് വഴി ഇട്ട് എത്ര പൈസയാണ് ആ സ്ക്രില്ല് വഴിയുള്ള പൈസ അപ്പം തന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ സ്ക്രില്ല് എമൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെറിയ ഫണ്ടായിട്ട് ഇതിനകത്ത് വിഡ്രോ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് ചെറിയ ഫണ്ട് കിട്ടുമ്പോൾ അങ്ങ് വിഡ്രോ ചെയ്തിട്ടോ കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ഡെയിലി കളിച്ചിട്ട് ഇപ്പോൾ ഒരു $3 $4 കിട്ടിയിട്ടുണ്ട്. നമുക്ക് വിഡ്രോ ചെയ്ത ഓപ്ഷൻ മാറ്റി വിഡ്രോ ഓപ്ഷനിലേക്ക് ഇടാം. ഇതിനകത്ത് വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷൻസൊക്കെ നിങ്ങളിത് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലായിക്കോളൂ എങ്ങനെ വിഡ്രോ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും 24/7 ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാറും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് സ്ക്രില്ല്, നെറ്റ്ലർ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ അന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് സ്ക്രില്ല്, നെറ്റ്ലർ അങ്ങനെ പെർഫെക്റ്റ് പേ ഒക്കെ പറഞ്ഞിട്ടുള്ള 1-2 സാധനങ്ങളുള്ളായിരുന്നു. ഇപ്പോൾ ഇതൊന്ന് വിഡ്രോ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് തന്നെ. അതൊക്കെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. വിഡ്രോവിൽ നിന്ന് ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കണ്ടമാനം വിഡ്രോവൽ ഓപ്ഷൻസ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്ക്രില്ല് കുറച്ചും കൂടെ ബെനിഫിറ്റും നല്ലതുമാണ്. കാരണം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്ക്രില്ല് നിങ്ങൾ ഇന്ത്യൻ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. അതായത് INR എന്നുള്ള ഓപ്ഷനിൽ തന്നെ എന്ത് ചെയ്യുക, സാധനം വെക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്ക്രില്ല് വഴി ഇതിൻ്റെ അകത്തേക്ക് ഫണ്ട് കയറ്റുമ്പോൾ ഇതിലും ഓപ്ഷൻ കൊടുക്കുക. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുക, INR എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 1000 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ 1000 രൂപ എന്നുണ്ടാവും.
മനസ്സിലായോ? 1000 രൂപ ഇട്ടാൽ 1000 രൂപ തന്നെ ഉണ്ടാവും. അല്ലാണ്ട് 1000 രൂപ നമ്മളിപ്പോൾ ഒരു ഡോളർ വൈസിലേക്ക് മാറ്റുകയാണെങ്കിൽ $10 എന്ന് പറയുമ്പോൾ 800 സംതിങ് രൂപയാണ്. പക്ഷേ ഈ $10 ആയിട്ടേ കാണുള്ളൂ. $1000 എന്ന് പറയുമ്പോൾ അല്ല, ഒരു 1000 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം $12 ഉണ്ടാവും. അതിൽ സ്ക്രില്ലിൻ്റെ പൈസയും കൊടുത്ത് ഇതിനകത്ത് ഫണ്ട് കയറുമ്പോൾ ചിലപ്പോൾ ഒരു $10 ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ഒരു $12 ഉണ്ടാവും, $11 ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ $10 $11 ആണ് ഇതിനകത്ത് വരുന്നെങ്കിൽ, ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് വരുന്നെങ്കിൽ പോലും നമുക്ക് $1 വെച്ചിട്ട് നമ്മൾ അപ്പോൾ കളിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക $1 പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പിന്നെ കളിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം, $1 പോയാൽ $2 ഇട്ടിട്ട് വേണം കളിക്കാൻ, വീണ്ടും $1 ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ 300 രൂപേൻ്റെ അടുത്ത് നഷ്ടമായി. അപ്പോൾ ഈ $2 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര ഡോളർ പോയി? $3 ഇപ്പം തന്നെ പോയി അല്ലേ? അപ്പോൾ 2 പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്തിടുക 4. ആ 4 ഇടുന്ന എന്തിനാ? ആ പോയ $3 പിടിച്ച് പ്ലസ് $1 കൂടെ നമുക്ക് കമ്മീഷനായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് ഇടുന്നത് എത്രയാണ്? $4. അപ്പം തന്നെ $8 പോയി, ബാക്കി $2 ഉണ്ടാവും. പിന്നെ കളിക്കാൻ വേണ്ടി നമുക്ക് പറ്റൂല. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു 1000 രൂപ നമ്മൾ നോർമലി നമ്മുടെ സ്ക്രില്ല് വഴി INR ആയിട്ട് ഇടുമ്പോൾ നമ്മളൊരു 20 രൂപയ്ക്ക് കളിച്ച് 20 രൂപ നഷ്ടം, അല്ലെങ്കിൽ 10 രൂപയ്ക്ക് കളിച്ച് 10 രൂപ നഷ്ടമാണെങ്കിൽ നമുക്ക് 20 രൂപയ്ക്ക് കളിക്കാം, 20 രൂപ നഷ്ടമാണെങ്കിൽ നമുക്ക് 40 രൂപയ്ക്ക് കളിക്കാം, 40 രൂപ നഷ്ടമാണെങ്കിൽ അങ്ങനെ നമുക്കൊരു ഏകദേശം ഒരു 10 ലെവലെങ്കിലും പോകുമ്പോൾ ഈ 1 മുതൽ 10 ലെവലിനുള്ളിൽ ഏതെങ്കിലും ലെവലിൽ എന്ത് ചെയ്യും, നമുക്ക് വിൻ ചെയ്യും. അവിടെ വെച്ച് നിർത്തുക, അവിടെ വെച്ച് ഇന്നത്തെ ട്രേഡ് നിർത്തുക, മെല്ലെ ഇറങ്ങി പോവുക. ഇനി പിറ്റേ ദിവസം കളിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ രാവിലെ ഒരു എത്ര മണിക്ക് ഒരു ടൈം വെക്കുക, എന്നിട്ട് ആ ടൈമിൽ ഒരു വിന്നിങ് സ്ട്രാറ്റജി വെക്കുക, പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു വിന്നിങ് സ്ട്രാറ്റജി വെക്കുക, പിന്നെ വൈകിട്ടൊരു സ്ട്രാറ്റജി വെക്കുക, രാത്രി ഒരു സ്ട്രാറ്റജി വെക്കുക. ഇത് മതി. 4 വിന്നിങ് എന്നുള്ള ഇതിൽ ഒരു ദിവസം കളിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് കണ്ടിന്യൂസ് ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട് നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ കളിച്ച് എനിക്ക് എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുന്നതാണ് കേട്ടോ. ഇത്രയാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ തുടർന്ന് ഇതുപോലത്തുള്ള വീഡിയോസ് എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ മറക്കാതെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.